ഇന്ത്യയിൽ യാതൊരു വിലയും കൽപ്പിക്കാതിരുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്ന ഒരു പ്രസ്ഥാനത്തെ നാലാളെ അറിയിച്ചതും അതിന്റെ മഹത്വം രാജ്യത്തിന് കാണിച്ചു കൊടുത്തതും തിരുനെല്ലൈ നാരായണയ്യർ ശേഷൻ അഥവാ TN ശേഷൻ എന്ന പാലക്കാട്ടുകാരനാണ്. ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം 1990-ലാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി ചുമതലയേറ്റത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു ജൈത്രയാത്രയായിരുന്നു. നരസിംഹറാവുവിനെയും ബാൽ താക്കറെയും ശരത് പവാറിനെയും മുലായം സിംഗ്, ലാലു പ്രസാദ് യാദവിനെയും സാക്ഷാൽ കെ കരുണാകരനെയും വരെ വിറപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. കൂടാതെ ചുമരെഴുത്ത് പോലെ റോഡിലെ കട്ടൌട്ടുകൾ പോലുള്ള എല്ലാ പ്രചാരണങ്ങൾക്കും കടിഞ്ഞാണിടുവാൻ അദ്ദേഹത്തിന്റെ ഒറ്റയാൻ തീരുമാനങ്ങൾക്കും കഴിഞ്ഞു. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉന്നത സ്ഥാനമായ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ ഒടുവിലെ കാലഘട്ടം രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിന്റെ ആത്മാവിനെ സംബന്ധിച്ച് പലവിധ ചർച്ചകൾക്കും സംശയങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. അശോക ലാവസ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനം വഹിക്കുന്ന കാലത്ത് തന്നെ ഭരണകൂടത്തിന്റെ ചില തീരുമാനങ്ങൾക്കെതിരെ ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തിയതും തുടർന്ന് അന്താരാഷ്ട്ര സ്ഥാപനത്തിൽ സ്ഥാനം സ്വീകരിക്കുന്നതിനായി രാജിവെച്ചതുമാണ് വലിയ ചർച്ചയായത്. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിൽ അദ്ദേഹം എടുത്ത ഉറച്ച നിലപാട് കേന്ദ്ര സർക്കാരുമായുള്ള ബന്ധത്തിൽ സംഘർഷത്തിനിടയാക്കി. തുടർന്ന് അരുൺ ഗോയൽ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ അപ്രതീക്ഷിതമായി രാജിവെച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുടെയും സ്ഥാപനത്തിനകത്തെ ഭിന്നതകളുടെയും തെളിവായി പലരും വിലയിരുത്തി. രാജീവ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റ കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പും ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പും വിജയകരമായി നടത്തപ്പെട്ടു. എന്നാൽ പ്രതിപക്ഷ കക്ഷികൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ പക്ഷപാതപരമായ പ്രവണതയുണ്ടെന്ന് ആരോപിക്കുകയും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഈ 3 മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും കാലഘട്ടത്തിലുണ്ടായ സംഭവങ്ങൾ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ സ്വാതന്ത്ര്യവും വിശ്വാസ്യതയും സംബന്ധിച്ച് പൊതുചർച്ചകളെ ശക്തമാക്കി. ജനാധിപത്യത്തിന്റെ രക്ഷാധികാരികളായ സ്ഥാപനങ്ങൾ പൂർണ്ണമായും രാഷ്ട്രീയ സ്വാധീനങ്ങളിൽ നിന്ന് സ്വതന്ത്രമായിരിക്കണമെന്ന ആവശ്യം ഈ സംഭവങ്ങൾ വീണ്ടും മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ ഒരാൾ അയാളുടെ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുമെങ്കിലും മഹാരാഷ്ട്ര, ഹരിയാന തെരഞ്ഞെടുപ്പുകൾ നടന്നു കഴിഞ്ഞപ്പോൾ ഒട്ടനവധി തെളിവുകൾ സഹിതം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചെങ്കിലും ആ വാക്കുകളെ അവർ പുച്ഛിച്ചു തള്ളിയപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരും കരുതിയില്ല. ഇപ്പോൾ ആ ഒരു മനുഷ്യൻ ഇന്ത്യൻ ജനതയെ ആഴത്തിൽ ചിന്തിപ്പിച്ചിരിക്കുന്നു. നിസ്സാരമായി കൈകാര്യം ചെയ്ത ഒരു വിഷയത്തെ ആഗോള മാധ്യമങ്ങളും ലോകരാജ്യങ്ങളും ചർച്ചയ്ക്ക് വെച്ചപ്പോൾ കേരളത്തിൽ 1-2 ചാനലുകളും കേന്ദ്രത്തിൽ മുഖ്യമായ എല്ലാ ചാനലുകളും മുക്കുവാൻ ശ്രമിച്ചെങ്കിലും പകരം സോണിയാഗാന്ധിയുടെ 1980-ലെ കഥകൾ അവതരിപ്പിച്ചുകൊണ്ട് സംഘപരിവാർ ശക്തികളെ പ്രീണിപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ഏശിയില്ല. തൃശൂരിൽ ഇക്കളികൾ നടക്കുന്നുണ്ടെന്ന് അന്ന് തന്നെ പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും അന്നത്തെ DCC-കാർക്ക് പിരിക്കുവാനായിരുന്നു തിരക്ക്. ഒറ്റയാനായ കെ മുരളീധരനും ഒരു വടകര സ്റ്റൈൽ ഈസി വാക്കോവർ പ്രതീക്ഷിച്ചെങ്കിലും ആലത്തൂരിൽ നിന്നും പാലക്കാട്ട് നിന്നും വോട്ട് ചെയ്യുവാൻ ഫ്ളാറ്റുകളിൽ വന്ന് താമസിച്ചവർ അന്തസ്സായി പൂരവും കലക്കി വോട്ടും ചെയ്ത് മടങ്ങിപ്പോയി. സുരേഷ് ഗോപി തൃശൂർ സൂത്രത്തിലെടുത്തുവെങ്കിലും അന്നുണ്ടാക്കിയ ആ പ്രതിച്ഛായ തകർന്നു തരിപ്പണമായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ കരിയോയിലൊഴിച്ച ആ ചേട്ടന് നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് കേരളം ഉറക്കമെണീറ്റത്. എന്ത് തൃശൂർ, വാരണാസിയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും കർണാടകയിലും വളരെ ഭംഗിയായി വോട്ട് തട്ടിപ്പുകൾ പയറ്റിക്കൊണ്ടാണ് 3ാം NDA അധികാരത്തിൽ തിരിച്ചെത്തിയത്. എന്തൊക്കെയായാലും സെപ്റ്റംബർ 9-ന് 75 വയസ്സ് തികയുന്ന അന്ന് നമ്മുടെ പ്രധാനമന്ത്രി RSS നേതൃത്വത്തെ മാനിച്ചുകൊണ്ട് ആ പദം ഒഴിഞ്ഞുകൊണ്ട് പകരം അടുത്ത അനുയായികളിൽ ഒരാളെ ആ സ്ഥാനം ഏൽപ്പിക്കുന്നത് കാണാനാണ് ജനം കാത്തിരിക്കുന്നത്.